നമസ്കാരം. എൻ്റെ പേര് ശാന്തി ശേഖർ. ഇന്ന് എൻ്റെ ലൈഫിൽ ഒരു ഹാപ്പിയസ്റ്റ് ഡേ ആണ്. എൻ്റെ ഇളയ മോള് പൂജക്കുട്ടി BCA കഴിഞ്ഞിട്ട് 2 വർഷമായി. പക്ഷേ കോൺവെക്കേഷൻ ആയിട്ടില്ല. പാൻഡമിക് കാരണം അത് കോൺവെക്കേഷൻ നടന്നില്ല. ഇന്ന് കോൺവെക്കേഷനാണ്. ഇപ്പം അതിരാവിലെ 5 മണിയാണ്. കോൺവെക്കേഷനിൽ പോകണം എനിക്ക്. പക്ഷേ അവരുടെ ഫ്രണ്ട്സിന് തൈര് സാദം ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതിലൊരു ചട്ടമ്പി കുട്ടിയുണ്ട്, അഞ്ജലി കുട്ടി. അവൾ പറഞ്ഞിട്ടുണ്ട്, ആൻറ്റി തൈര് സാദം ഇല്ലാതെ ഇങ്ങോട്ട് വന്നു പോകരുതെന്ന്. അപ്പം അവളെ പേടിച്ചിട്ട് ഞാൻ തൈര് സാദം ഉണ്ടാക്കാൻ പോകുന്നു. നമ്മൾ തൈര് സാദം ഉണ്ടാക്കിയിട്ട് ഞാൻ കോൺവെക്കേഷനിൽ പോകുന്നത് നിങ്ങളെ കാണിക്കാം. അപ്പം ആ കൂട്ടത്തിൽ തൈര് സാദം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നും കൂടെ നമുക്ക് നോക്കാം. ആദ്യം തൈര് സാദത്തിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് പച്ചരിയാണ്, പൊന്നി പച്ചരി എന്ന് പറയും. വലിയ ടംബ്ലറിൽ 1 ടംബ്ലർ എടുത്തിട്ടുണ്ട്. പിന്നെ എണ്ണ, കടുക്, ഉഴുന്നുപരിപ്പ്, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, മല്ലിയില, കുറച്ച് കായം, പിന്നെ ഇത് വെണ്ണയാണ്, ബട്ടർ, ഇത് ഫ്രഷ് ക്രീം, പിന്നെ ആവശ്യത്തിന് തൈര്, ഇത് പാൽ ആവശ്യത്തിന് വേണം, പിന്നെ ഉപ്പ്. ഇത്രയാണ് ആവശ്യമുള്ള സാധനങ്ങൾ. ഇപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം അടുപ്പ് കത്തിച്ചിട്ട് കുക്കർ വയ്ക്കാം. ഈ അരി ഞാൻ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്, അത് ഇടാം. ഈ 1 ഗ്ലാസ് അരിക്ക് 1 ഗ്ലാസ് പാൽ ഒഴിക്കാം. പാലുള്ള കാരണമാണ് ഞാൻ വലിയ കുക്കർ എടുത്തത്. പിന്നെ 3 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. 1:4 എന്ന റേഷ്യോ ആയി. ഇനി കുക്കർ അടച്ചിരിക്കാം. ഇത് 3 or 4 വിസിൽ വരുന്നവരെ ഇങ്ങനെ വിടണം. ഇത് കുഴഞ്ഞ് വേകണം പച്ചരി. നമുക്ക് ഇത് വെന്തിട്ട് കാണാം. ഈ പൊട്ടറ്റോ ഫ്രൈക്ക് ആവശ്യമായ കറിവേപ്പില, പെരിഞ്ജീരകം, വറ്റൽമുളക്, ഇത് 3 മിക്സിയിൽ പൊടിച്ചു കൊണ്ടുവരാം. ഇപ്പം ഇത് പകുതി വേവായി. ഇത് ഈ പൊട്ടറ്റോ എല്ലാം ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇതിൽ എണ്ണ ഒഴിക്കാം. 1 part ഡിഷാണ്. അതിൽ ഈ പൊടിച്ചു കൊണ്ടുവന്ന സാധനങ്ങൾ ചേർക്കാം. ഇതിൽ ഗ്യാസ്ട്രിക് പ്രോബ്ലം ഉള്ളവർ കുറച്ച് വെളുത്തുള്ളി ചതച്ച് ചേർക്കാം. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി. ഇതിപ്പം കുറച്ച് തീയിൽ വെച്ചിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഒരുപാട് ഇളക്കണ്ട. ഈ റെസിപ്പീസൊക്കെ രാവിലെ കുട്ടികൾ ധൃതി വെച്ച് പോകില്ലേ, അപ്പം കൈ കിട്ടിയത് എന്തെങ്കിലും വാരിയിട്ട് ഉണ്ടാക്കുന്നതാണ്. പക്ഷെ ഭയങ്കര ടേസ്റ്റായി പോകും ചിലപ്പോൾ. ഇത് എൻ്റെ മൂത്ത മോളുടെ ഫ്രണ്ട്സ് 2-3 പേരുണ്ട്. ശ്രുതി, സിന്ധ്യ, ചഞ്ചൽ. പകുതി ആളും കല്യാണം കഴിഞ്ഞിട്ട് ഗൾഫ് കൺട്രീസിലാണ്. അവരുടെ ഫേവറേറ്റാണ് ഇത്. ഇപ്പോഴും ഫോൺ വിളിച്ചാൽ പറയും, ആൻറ്റി ഈ പൊട്ടറ്റോ ഫ്രൈ ഒന്ന് എനിക്ക് കാണിച്ചു തരണമെന്ന്. അപ്പം ദിസ് ഈസ് ഫോർ യു ശ്രുതി. ഇത് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു സൈഡിൽ ഇത് ഇട്ടേക്കാം. ഒരുപാട് ഇളക്കിയാൽ പൊടിഞ്ഞു പോകും. അപ്പം ഞാൻ കുക്കർ ഓപ്പൺ ചെയ്തു. ചോറ് നല്ലപോലെ വെന്തിട്ടുണ്ട്. ഈ സമയത്ത് ഞാനൊരു സീക്രട്ട് പറയാം. നമ്മൾ തൈര് സാദം ഹോട്ടലിൽ പോയി കഴിക്കുവാണെങ്കിൽ വെള്ളം പോലെ ഇരിക്കും. പക്ഷേ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുവാണെങ്കിൽ ഉണ്ടാക്കി ഒരു അരമണിക്കൂർ ആകുമ്പം ഇങ്ങനെ കട്ട പോലെ കേക്ക് പോലെ ആയിപ്പോവും. അതിൻ്റെ സീക്രട്ട് എന്താണെന്ന് വെച്ചാൽ തൈര് സാദത്തിന് പച്ചരി വേണം യൂസ് ചെയ്യാൻ. പുഴുക്കലരി നമ്മൾ ചോറുണ്ടാക്കിയിട്ട് തൈര് സാദം ഉണ്ടാക്കുവാണെങ്കിൽ പെട്ടെന്ന് കട്ടിയാവും. അതുപോലെ ഈ ബട്ടർ ചേർക്കുന്നത് കൊണ്ടും ഈ വെള്ളത്തിൻ്റെ അബ്സോർപ്ഷൻ കുറച്ച് കുറയും.
ഒരു ഗ്ലേസിങ് കിട്ടും, പിന്നെ ഒരു സോഫ്റ്റ്നെസ്സും ഉണ്ടാവും. ഈ ബട്ടർ ചേർത്തിട്ട് നല്ലപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇത് ഉടച്ചിങ്ങനെ ചേർത്താൽ നല്ല സോഫ്റ്റായി വരും. അപ്പം ഇതിന് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം. എനിക്ക് ഈ തൈര് സാദത്തിൽ വെറും കടുകും ഉഴുന്നുപരിപ്പും കറിവേപ്പിലയും പച്ചമുളകും താളിച്ച് ചേർക്കുന്നതാണ് ഇഷ്ടം. ഇഞ്ചി, പച്ചമുളക് അതൊക്കെ ചേർക്കുന്നത് എനിക്കിഷ്ടമില്ല. പിന്നെ കാണിക്കുമ്പം പ്രോപ്പർ വേ കാണിക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് എല്ലാം ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അത് കൂടുതലിടാം. ഇത് തണുക്കട്ടെ. ഈ പൊട്ടറ്റോ ഫ്രൈയിൽ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇത് സ്ലോ ഫ്ലെയിമിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഈ പൊട്ടറ്റോ നല്ല വെന്തിരിക്കണം, എന്നാൽ കുഴഞ്ഞു പോകാൻ പാടില്ല. ഈ തൈര് സാദം ഏത് കൺസിസ്റ്റൻസിയിൽ വേണമെന്ന് പറഞ്ഞാൽ അത്രയും നമുക്ക് പാൽ ഒഴിച്ച് ലൂസാക്കാം. ഇത്രയും മതിയാവും. ഇത് മാറ്റി വെച്ചിട്ട് ഒന്ന് തണുക്കാൻ അനുവദിച്ചിട്ട് പിന്നെ തൈര് ഒഴിക്കണം. അതിന് മുമ്പ് കടുക് വറുക്കുന്ന എങ്ങനെ നോക്കാം. ഇതിൽ കുറച്ച് എണ്ണ ഒഴിക്കാം, കടുകിടാം, ഉഴുന്ന് പരിപ്പിടാം. ഇതിൽ ഞാൻ വറ്റൽമുളക് പറയാൻ വിട്ടുപോയി, 3 വറ്റൽമുളക് പിച്ചിടാം. ഇഞ്ചി, ഞാൻ പറഞ്ഞതുപോലെ ഇഞ്ചി മുളക് ആവശ്യത്തിന് കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം. പിന്നെ കറിവേപ്പില, ഇതിൽ കുറച്ച് കായം ചേർക്കാം. ഇത് ഓഫ് ചെയ്യാം. ഇപ്പം ഈ പൊട്ടറ്റോ ഫ്രൈ റെഡിയായി. പീസസ് ഒന്നും പൊട്ടിയിട്ടില്ല, എല്ലാം നല്ല ഫ്രൈ ആയിട്ടുണ്ട്. ഈ മസാല നല്ല പൊട്ടറ്റോ ഫ്രൈയിൽ ഇങ്ങനെ കോട്ടായിട്ടുണ്ട്. ഇതിപ്പം ഓഫ് ചെയ്യാം. ഈ തൈര് സാദം ആവശ്യത്തിന് തണുത്തിട്ടുണ്ട്. ഈ ലൈറ്റ് ആയതുകൊണ്ടാണ് ഇത്രയും പുക, രാവിലെയല്ലേ, പക്ഷേ നല്ലപോലെ തണുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ കടുക് വറുത്ത് വെച്ചിരിക്കുന്നില്ലേ, അത് ഇതിൽ ചേർക്കാം. ഇതിൽ ചിലർ പച്ചയ്ക്ക് ഇഞ്ചിയും പച്ചമുളകും പൊടിയായി കൊത്തി അരിഞ്ഞ് പച്ചയ്ക്ക് ചേർക്കാറുണ്ട്. അങ്ങനെ വേണമെങ്കിലും ഇഷ്ടമാണെങ്കിൽ ഈ സമയം ചേർക്കാം. അത് വായിൽ ഇങ്ങനെ കടിക്കാൻ കിട്ടും. കുട്ടികൾക്കാവുമ്പം അത് കടിക്കുന്നത് ഇഷ്ടമില്ല. അപ്പം ലാസ്റ്റ് തൈര് ഒഴിക്കാം. ഈ തൈര് പുളിയില്ലാത്ത തൈരായിരിക്കണം. പുളി ഉള്ള തൈരാണെങ്കിൽ ഒരു അരമണിക്കൂറാകുമ്പം കുറച്ചുകൂടെ പുളിയാവും. നിങ്ങളുടെ ഇഷ്ടം. പുളി ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ പുളിയുള്ള തൈര് യൂസ് ചെയ്യാം. കുറച്ച് ടേസ്റ്റ് ചെയ്യാം. കിടു കുറച്ചുകൂടി ഉപ്പ് ചേർക്കാം. ലാസ്റ്റ് ഫൈനൽ ഈ മല്ലിയില ചേർക്കാം. ഇതിൽ ക്യാരറ്റ്, പോമോഗ്രാനൈറ്റ് സീഡ്സ് അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർക്കാം. എനിക്ക് ഇത് ചേർക്കാനൊന്നും ഇപ്പം സമയമില്ല, കോളേജിൽ പോകണ്ടേ. അതെല്ലാം ഇപ്പം ഉള്ള മോഡലാണ്. പണ്ടത്തെ തൈര് സാദം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇപ്പം നമ്മൾ സ്റ്റാർ ഹോട്ടൽ സ്റ്റൈലിൽ ഉണ്ടാക്കണമെങ്കിൽ ഇതിൽ കുറച്ച് ഫ്രഷ് ക്രീം ചേർക്കുവാണെങ്കിൽ നല്ല ക്രീമി ടെക്സ്ചർ വരും. ടേസ്റ്റും അധികം പുളിയില്ലാതെ തൈര് സാദത്തിന് നല്ല ഒരു വെളുപ്പും കിട്ടും. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർക്കാം. തൈര് സാദം തയ്യാറ്. നമുക്ക് ഇനി ഇത് പാക്ക് ചെയ്തിട്ട് ഒന്ന് ഒരുങ്ങി ഓടി പോകണം. ഇപ്പോൾ പോകുമ്പോൾ ഞാൻ കാണിക്കാം. ഇപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഡ്രൈവറെ കാണിക്കട്ടെ, ഇന്നത്തെ ഹീറോയിൻ. അവിടെ പോയിട്ട് കാണിക്കാം.
Amal George. Anjali R.B. Sukriti C.S. Surya Suresh B. ഇതാണ് ഞാൻ പറഞ്ഞ ചട്ടമ്പി. ചട്ടമ്പിയെ കയ്യിൽ കിട്ടി. ഇനി നമുക്ക് തൈര് സാധനം കൊടുത്ത് കൊള്ളാം. സോ ടുഡേ ഇസ് മൈ കോൺവെക്കേഷൻ. ഓക്കെ, അപ്പം ഞാൻ പാസ് ഔട്ട് ആയി 2 years ആയി. അപ്പം ലൈക്ക് ഞാൻ ഈ ഒരു ഇൻസിഡൻറ്റ് നടന്നിട്ട് 5 years ആയി. 3 years വാസ് മൈ കോഴ്സ്, ദെൻ 2 years ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ഇന്ന് കോൺവെക്കേഷൻ. സോ ഞാനും അമ്മയും എന്തായി, ഞാനും അമ്മയും ഡാഡിയും കൂടി കാറിൽ വന്നപ്പോഴത്തേക്കും കാറ് ബ്രേക്ക് ഡൗൺ ആയി. അപ്പം ലാസ്റ്റ് ടൈമാണ്, അഡ്മിഷൻ്റെ ലാസ്റ്റ് ടൈം. അപ്പോൾ എനിക്കാണെങ്കിൽ കുറച്ച് സില്ലി മിസ്റ്റേക്സ് കാരണം ഇതിൽ കിട്ടിയില്ല, അലോട്ട്മെൻറ്റ്സിൽ കിട്ടിയില്ല. സോ ഞാനും മമ്മിയും അന്നത്തെ ദിവസം ഓട്ടോയിലാണ് വന്നത്. തനിച്ച് ആദ്യമായിട്ട് ശാന്തി ആദ്യമായി തനിച്ച് ഓട്ടോയിൽ ഇത്രയും ദൂരം വരുന്നത് എൻ്റെ കൂടെയാണ്. അന്നാണ് ഫസ്റ്റ് ടൈം. സോ വാട്ട് ഹാപ്പൻഡ് ഇസ്, അന്നത്തെ ദിവസം വന്നപ്പം ഞങ്ങൾക്കും വഴി അറിയില്ല. അന്ന് ഗൂഗിൾ മാപ്പ് അങ്ങനെ നോക്കാനുള്ള ബുദ്ധിയും ഇല്ലായിരുന്നു. ദെൻ ഒരു ഓട്ടോക്കാരൻ, പുള്ളിക്കാരന് വഴി അറിയത്തില്ല, ഇങ്ങനെ ചോദിച്ചു അയാളാണെങ്കിൽ ഒരാളെ വിളിച്ച് ചോദിച്ചിട്ട് അവിടെ ഇല്ലടാ ഞാൻ കൊണ്ടുവന്നേക്കാന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. അപ്പം മമ്മിക്കാണെങ്കിൽ അകത്തിരുന്നിട്ട് എന്ത് ചെയ്യണോന്ന് അറിഞ്ഞുകൂടാത്ത ഒരു കണ്ടീഷനിൽ ലാസ്റ്റ് ആൾക്കാർ വന്നിട്ട് 2 ദിവസം പനിയായിരുന്നു. അപ്പോൾ 2 ദിവസം ഫുൾ പനിയായിരുന്നു. സോ എടാ ഞാനിവിടെ ഒരു വീഡിയോ എടുത്തോണ്ടിരിക്കുന്നതാ. ഇല്ല അപ്പൊ കൊഞ്ഞ നടക്കട്ടെ. ഈ വഴിന്ന് വെച്ചാൽ പണ്ട് ഭയങ്കര ഇങ്ങനെ 2 സൈഡ് തെന്മലയൊക്കെ പോലെ ഇരിക്കും, 2 സൈഡ് ഫുൾ ഇത് ഫ്ലോട്ടിങ് മെഹന്തി. അപ്പം തെന്മല പോലെ ഇരിക്കും. സോ മമ്മിക്ക് വന്നിട്ട് 2 ദിവസം ഫുൾ ഹൈ ഫീവർ ആയിരുന്നു. സോ അന്നാണ് മമ്മി എന്നെ ആദ്യമായി കോളേജിലോട്ട് അതായത് എൻ്റെ കോളേജ് ജേർണി ഞാൻ സ്റ്റാർട്ട് ചെയ്ത ഞാനും മമ്മിയും മാത്രമാണ് വന്ന് അഡ്മിഷൻ എടുത്ത്. ഇന്നും കോൺവെക്കേഷൻ ആയി വിത്ത് ദിസ് ഗ്രേറ്റ് ലേഡി. സോ ദാറ്റ് ഗ്രേറ്റ് ലേഡി. ഇപ്പം നമ്മൾ കോളേജിൽ പോകാനായിട്ട് ഇറങ്ങി. സമയമായി. ഡ്രൈവർ ആരെന്ന് കാണിക്കട്ടെ. ഇന്നത്തെ താറ്. ഹലോ മിസ്സേ, ഒരു 5 minute